ഗ്യാസ് സ്റ്റവ് വിൽപ്പന രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി അൽമോയ ഗ്യാസ് ഏജൻസീസ്. എക്സ്ചേഞ്ച്, റിപ്പയറിംഗ് എല്ലാത്തിനും അൽമോയ ഗ്യാസ് ഏജൻസീസ്, മുക്കം റോഡ്, അരീക്കോട്. ഊർങ്ങാട്ടിരി മൂർഖനാട് വാർഡിലെ നഈം പന്തക്കലകത്തിന്റെ വിജയം ആഘോഷമാക്കി UDF പ്രവർത്തകർ. വാർഡ് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും പള്ളി കമ്മിറ്റിയിലെ ചിലരും LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒത്തുകളിച്ചതായി മുസ്ലിം ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൂർഖനാട് വാർഡിൽ മത്സരിച്ച നഈം പന്തക്കലകത്തിന്റെ വിജയം ആഘോഷിച്ച് UDF പ്രവർത്തകർ പ്രകടനം നടത്തി. കുതിരപ്പുറത്തേറിയും തുറന്ന ജീപ്പിലും വാർഡിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് നഈം നന്ദി രേഖപ്പെടുത്തി. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വിധേയയായ ഇവിടെ UDF സംവിധാനമായിട്ടും വാർഡിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് വലിയ വിജയം നേടിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഊർങ്ങാട്ടി പഞ്ചായത്തിലെ മൂർഖനാട് വാർഡിൽ നിന്നും ഒരുപാട് ടീമുകൾ നമ്മെ എതിർത്തിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വല വിജയമാണ് നഈം പന്തക്കലകത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഊർങ്ങാട്ടി പഞ്ചായത്തിൽ ഏതാണ്ട് 9 സീറ്റിൽ മുസ്ലിം ലീഗും 8 സീറ്റിൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള 17 സീറ്റിൽ UDFന്റെ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മൂർഖനാട് CPM മാത്രമായിരുന്നില്ല ഞങ്ങളുടെ എതിരാളികൾ. ഇവിടെ BJPയും കോൺഗ്രസിലെ ചില വിഭാഗവും മുസ്ലിം ലീഗിലെ ചില വിഭാഗവും BJPയും കൂട്ടത്തിൽ പള്ളി കമ്മിറ്റിയിലെ ചില ആളുകളും നമ്മെ എതിർക്കുകയുണ്ടായി. ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് മൂർഖനാട് വാർഡിൽ ഉജ്ജ്വല വിജയം നഈം സാഹിബ് ഇവിടെ നേടിയിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 49 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗ് കോണി ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നത്. അത് തന്നെ ഏറ്റവും നല്ല പ്രൗഢഗംഭീരമായ ഒരു വിജയമാണ് എനിക്ക് നാട്ടുകാർ സമ്മാനിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5ഓളം പാർട്ടികൾ അത് മാത്രമല്ല പണാധിപത്യം അല്ല ജനാധിപത്യമാണ് വിജയിക്കുക എന്നുള്ളതാണ് മൂർഖനാട്ടെ നമ്മുടെ പ്രവർത്തകന്മാർ നാട്ടുകാർ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം കണ്ടമാനം പൈസ ഇവിടെ ഇറക്കിയിട്ടും ജനങ്ങൾ തള്ളിക്കളയാനുണ്ടായത്. അപ്പൊ ജനാധിപത്യമാണ് വേണ്ടത് എന്ന് മൂർഖനാട് വിലയിരുത്തി അതിനടിസ്ഥാനത്തിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് നാട്ടുകാർ തന്ന ഈ സ്വീകരണത്തിന് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്റെ സ്വന്തം നാട്ടുകാരോട്. അമ്പയത്തിങ്കൽ റഷീദ്, അൽമായ റസാഖ്, K ബഷീർ മാസ്റ്റർ, കൊല്ലത്തുടി നാസർ മാസ്റ്റർ, സക്കീർ അഹമ്മദ്, റഫീഖ് കുഞ്ഞിപ്പ, സാദിഖ് അമ്പയത്തിങ്കൽ, സി നിയാസ് അഹമ്മദ്, ജാഫർ മാടത്തിങ്കൽ, സലീം മോളയിൽ, MP അബ്ദുൾ നാസർ, റഷീദ് പന്തക്കലകത്ത്, റഷാദ്, ബാബു ഗൾഫ് ലാബ്, P ഖലീൽ, A മുഹമ്മദ്, NK അബ്ദുള്ള, A ഗസൽ, റിയാസ് തിരുമംഗലം, ഷമീം കുന്നുമൽ, U റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.